എം വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകം നടന്നിട്ട് കുറേ ദിവസങ്ങളായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് ആ കൊലപാതകത്തിൻ്റെ ബാക്കി വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം അമിത് ഒറാങ് എന്ന് പറയുന്ന ഒരു മറ്റൊരു സംസ്ഥാനത്തെ ഒരു തൊഴിലാളിയെ ഇതിൻ്റെ യഥാർത്ഥ ആസൂത്രകനും ഇതിൻ്റെ പ്രതിയുമായി നടത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്. അയാൾ റിമാൻഡ് പ്രതിയുമാണ്. ചാർജ് ഷീറ്റ് ഉടനെ കൊടുക്കും. അതിനനുസരിച്ച് നടപടികൾ തുടരുകയും ചെയ്യും അയാൾക്ക് എതിരെ. പക്ഷേ ഇതിനോടൊപ്പം പറയേണ്ട ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. വിജയകുമാറും അയാളുടെ ഭാര്യയും സ്വന്തം വീട്ടിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 7 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ മകൻ കൊല്ലപ്പെട്ടിരുന്നു. അത് സ്വയം മരണപ്പെട്ടതാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ക്രൈംബ്രാഞ്ച്, കേരള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും പറയുന്നത് ഇയാൾ സ്വയം കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ കാറിനകത്ത് വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കിയാണ് ഇയാൾ സ്വയം ഇല്ലാതായത് അഥവാ സൂയിസൈഡ് ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നും ഇയാളെ കാറിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ശരീരത്തിന് റെയിൽവേ ട്രാക്കിന് അടുക്കൽ കൊണ്ട് ഇട്ടതാണെന്നും പരമെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് മഹാഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. അതിൻ്റെ മോട്ടീവ് അഥവാ കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ദുരൂഹതയുള്ളത്. ഏതെങ്കിലും സാമ്പത്തിക ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ശത്രുക്കൾ ആരെങ്കിലും ഇയാളെ വകവരുത്തിയതാണോ, അതോ ഇയാൾ മരണപ്പെടുന്നതോടുകൂടി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടാണോ? അതിന് എതിരെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ നിഗമനത്തിന് എതിരെ ഹൈക്കോടതിയെ സമീപിച്ച ആളാണ് വിജയകുമാർ. ആ വിജയകുമാറിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി CBI എൻക്വയറി ഉത്തരവിട്ട് 2 മാസം തികയുന്നതിന് മുമ്പ് വിജയകുമാർ കൊല്ലപ്പെട്ടു. ഒപ്പം ഭാര്യയെയും കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിയ അമിത് ഒറാങ് എന്ന് പറയുന്ന ഇയാളെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സഹായിയായിരുന്നു. ആദ്യം കോട്ടയത്തെ ലോഡ്ജിൽ സഹായിയായിട്ട് കൂടി, പിന്നീട് ഇയാളെയും ഇയാളുടെ ഭാര്യയുടെ കഷ്ടവും കണ്ടിട്ട് വിജയകുമാർ അവരെ സ്വന്തം വീട്ടിൽ സഹായികളായി കൂട്ടി എന്നും പിന്നീട് അവിടെ ഉള്ള ഒരു മൊബൈൽ മോഷണം നടന്നതിൻ്റെ പേരിൽ വിജയകുമാർ ഇയാൾക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു എന്നും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു എന്നും ഏകദേശം 2 മാസം ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു എന്നും പിന്നെ ഏതോ അജ്ഞാത സ്ത്രീകൾ 2 സ്ത്രീകൾ വന്ന് അമിത് ഒറാങ്ങിനെ ഈ ജാമ്യം കൊടുപ്പിച്ച് ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതുമാണ്. ഇറങ്ങിയതിന് ശേഷം അയാൾ വിജയകുമാറിൻ്റെ വീട്ടിൽ വന്ന് ചീത്ത വിളിച്ചു എന്നും തുടർന്ന് ഇയാൾ പിന്നീട് അവിടെ നിന്നോ അപ്രത്യക്ഷനാവുകയും ചെയ്തതാണ്. ഇയാൾ ഇടുക്കിയിലോ മറ്റോ പോയി, ഇടുക്കിയിലോ വയനാട്ടിലോ അവിടെ ഏതോ ഒരു റിസോർട്ടിൽ ജോലിക്കാരനായി ചേർന്നു. പിന്നീട് പ്രതികാര ബുദ്ധിയോടുകൂടി ഇയാൾ ഒരു ശനിയാഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു സാധാരണ ലോഡ്ജിൽ റൂം എടുത്തു. ആ റൂമിൽ 2 ദിവസം സ്പെൻഡ് ചെയ്തു. 3-ാമത്തെ ദിവസം തിങ്കളാഴ്ച ഇയാൾ രാത്രി ഈ വിജയകുമാറിൻ്റെ വീട്ടിലെത്തി മതിൽ ചാടി കടന്ന് അയാൾ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പ്രധാന വാതിലിൻ്റെ സൈഡിലുണ്ടായിരുന്ന ചെറിയ ജനലുകൾ തുരന്ന് അതിൽ കൂടി വിരൽ കടത്തി ആ ചെറിയ ജനലിൻ്റെ ഹുക്ക് എടുക്കുകയും പിന്നീട് ആ ചെറിയ ജനൽ തുറന്ന ശേഷം വലിയ വാതിലിലേക്ക് കൈ ഇട്ടുകൊണ്ട് വലിയ വാതിലിൻ്റെ ഹുക്ക് മാറ്റുകയും അകത്ത് കടന്ന് വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് പോലീസിൻ്റെ വെർഷൻ. അതിന് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളെല്ലാം മുൻ എപ്പിസോഡുകളിൽ വിശദമായി ഞങ്ങൾ വിവരിച്ചു എന്നുള്ളത് കൊണ്ട് അതിലേക്കിനി കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിയുക, CBIക്ക് ഈ അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതി ഉത്തരവ് കിട്ടിയതിൻ്റെ പകർപ്പ് വിജയകുമാർ നേരിട്ട് എത്തി ആ കോട്ടയം SP-യുടെ കയ്യിൽ കൊടുക്കുകയും കോട്ടയം SP അപ്പോൾ തന്നെ അതിനു വേണ്ടിയ പോലീസ് സഹായങ്ങൾ നൽകാൻ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഇപ്പോഴുള്ള അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഫയലുകൾ CBIക്ക് കൈമാറാനും ഉത്തരവിട്ടത്. തുടർന്ന് CBI ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പലർക്കും അറിയാൻ ആകാംക്ഷ. CBI അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ വിജയകുമാറിൻ്റെ മരണം നടന്നതിന് ശേഷം ആ ശവസംസ്കാര സമയം മുതലൊക്കെ തന്നെ
ഈ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലങ്ങും വിലങ്ങും കരുക്കൾ നീക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് അവർക്ക് അന്വേഷിക്കേണ്ട വിഷയം ഈ വിജയകുമാറിൻ്റെ മകൻ്റെ മരണമാണ്. മകൻ്റെ മരണമാണോ അതോ കൊലപാതകമാണോ? ഇത് മരണം എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം ഉണ്ടാക്കിയ മരണമാണോ അതോ കൊലപ്പെടുത്തിയിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണോ? ഇതിനെയാണ് യഥാർത്ഥത്തിൽ CBI എൻക്വയറി നടത്തേണ്ടത്. പക്ഷേ CBIക്ക് ഉണ്ടായ സംശയം, ഈ CBI എൻക്വയറി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഈ നടന്ന വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകത്തിന് മകൻ്റെ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മകനെ കൊലപ്പെടുത്തിയ ആളുകൾ തന്നെ ആണോ വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ വന്നത്? അതിന് അമിത് ഒറാങ്ങിനെ ഒരു ടൂളായി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാണ് CBIയുടെ അന്വേഷണത്തിൻ്റെ കാതൽ. അതിനുവേണ്ടി അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേർ CBIയുടെ നിരീക്ഷണത്തിലാണ്. CBI എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സംസ്ഥാന പോലീസിനെ പോലെ ഈ ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്ക് മാറ്റിവെക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അല്ല. അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ അവർക്ക് അറിയാം. അവരെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ഉള്ളതാണ്. അവരുടെ നെറ്റ്വർക്ക് എങ്ങനെ കൃത്യമായും ചലിപ്പിക്കാനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ CBIയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം. നിരീക്ഷണത്തിലേക്ക് പലരെയും അവർ നിരീക്ഷണ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ പ്രകാരമുള്ള ആളുകളെ ഒക്കെ തന്നെ അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ നിരീക്ഷണത്തിൻ്റെ നെറ്റ്വർക്കുകൾ ചലിപ്പിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കും. അത് സ്വാഭാവികം. അത് പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് മറ്റൊന്നും പറയാനില്ല. CBIയുടെ എൻക്വയറി ഇനി നടക്കുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. ആർക്കും സംശയം വേണ്ട, CBIയുടെ എൻക്വയറി നടക്കും. കാരണം ഹൈക്കോടതി ഉത്തരവിട്ടു. അതിൻ്റെ പെറ്റീഷണറായ വിജയകുമാർ മരണപ്പെട്ടതുകൊണ്ട് മാത്രം ഈ CBIയുടെ എൻക്വയറി ഇനി നടക്കുമോ എന്നുള്ളതാണ്. പെറ്റീഷൻ മരണപ്പെട്ടാലും അതിന് ഉത്തരവ് ഇട്ട കോടതി അവിടെ ഉണ്ട്. കോടതി ഉത്തരവിട്ടു അന്വേഷിക്കാൻ. ഈ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കാര്യം അവരുടെ മകനാണ് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, അത് കൊല്ലപ്പെട്ടതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളത് അവർക്കറിയണം. കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം സൂയിസൈഡ് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലോ അഥവാ മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ അതന്വേഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മരണം അന്വേഷിക്കേണ്ട ചുമതല CBIക്കില്ല. ആരും അതിനുവേണ്ടി പെറ്റീഷൻ കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ CBI അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ സംശയിക്കപ്പെടുന്നത് ഇത് ശരിക്കും ഈ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മർഡർ കേസും മകൻ്റെ മർഡർ കേസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തി തന്നെയാണോ, ഒരു കൂട്ടം വ്യക്തികളാണോ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ അതോ ബന്ധുക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ CBIക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം CBIക്ക് അറിയാം ഇതിൻ്റെ വ്യക്തിയെ പിടിച്ചാൽ അതിൻ്റെ വ്യക്തിയും ഈ വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് അമിത് ഒറാങ് വഴിയാണെങ്കിൽ അമിത് ഒറാങ്ങിനെ ആരാണ് നിയോഗിച്ചത്? അമിത് ഒറാങ് ഒരു ടൂൾ തന്നെയാണോ? അമിത് ഒറാങ്ങിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇതിനു വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടോ? മുൻകൂർ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആദ്യം മകൻ ഇല്ലാതാകുന്നത് ഇങ്ങനെയാകണം, പിന്നീട് അയാളെ മാതാവും പിതാവും ഇല്ലാതാകേണ്ടത് ഇങ്ങനെയാകണം. അതിനുവേണ്ടി ഒരു നാടകം കളിച്ചതാണോ? കാരണം അമിത് ഒറാങ് എങ്ങനെ വിജയകുമാറുമായിട്ട് ഇത്ര വേഗം ഒരു അടുപ്പമുണ്ടാക്കി? അമിത് ഒറാങ്ങിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും അയാളുടെ മറ്റൊരു ഈ കൊലപാതകത്തിൻ്റെ ഈ നാടകത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നടിയാണോ? ഇത് അഭിനയമായിരുന്നോ? അമിത് ഒറാങ്ങിന് ഈ മൊബൈൽ മോഷണം നടത്തി ഈ 2 ലക്ഷം രൂപയോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ അറിവ് അമിത് ഒറാങ്ങിന് എങ്ങനെ കിട്ടി? അങ്ങനെ സ്വന്തം വീട്ടിലെ ഉടമസ്ഥൻ്റെ മൊബൈൽ തന്നെ മോഷ്ടിച്ച് ഇത് ചെയ്യാൻ ഏതെങ്കിലും വേലക്കാരൻ തയ്യാറാവുമോ? നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും തയ്യാറാവില്ല. കാരണം വീട്ടിൽ നിൽക്കുന്ന വേലക്കാരൻ തന്നെ മൊബൈൽ എടുത്തു മാറ്റുമ്പോൾ വീട്ടുടമസ്ഥൻ എന്ത് ചെയ്യും? അയാളെ പുറത്താക്കും. അപ്പോൾ താൻ ഈ മൊബൈൽ എടുക്കുകയും ആ വിവരം തൻ്റെ ഓണർ അറിയുകയും ചെയ്യണം. അത് അമിത് ഒറാങ്ങിൻ്റെ ആവശ്യമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെ പുറത്താക്കും, പോലീസ് കേസ് ഉണ്ടാകും. അങ്ങനെ താനും ഈ വിജയകുമാറും തമ്മിൽ ഒരു ശത്രുത ഉണ്ടാകണം, അഥവാ ഉണ്ടാക്കണം.
സ്വാഭാവികമായ ഒരു ശത്രുത വരികയല്ല, അതിനു വേണ്ടിയുള്ള ഒരു വിളനിലം ഒരുക്കുക, അതിനു വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക. അതിനു വേണ്ടി അമിതൊറാങ്ങിനെ ആരോ നിയോഗിച്ചു. അങ്ങനെ അമിതൊറാങ് വിജയകുമാറിനെ കാണുന്നു. വിജയകുമാറിൻ്റെ ഹോട്ടലിൽ എത്തി, ഈ കോട്ടയത്തുള്ള അയാളുടെ ലോഡ്ജിലെത്തി ഇയാളുമായി പരിചയപ്പെടുകയും ചങ്ങാത്തമാവുകയും തൻ്റെ വീട്ടിൽ നിന്നുകൊള്ളാൻ പറയുകയൊക്കെ ചെയ്യുന്നതിന് വിജയകുമാറിനെ പ്രേരിപ്പിക്കാൻ ഉതകുന്ന എന്തോ ഒന്ന് അമിതൊറാങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് സഹതാപമാണോ സങ്കടമാണോ അങ്ങനെയാണെന്ന് കരുതാനും വയ്യ. കാരണം അങ്ങനെ പെട്ടെന്ന് സഹതാപമൊന്നും ഉണ്ടാകുന്ന ആളല്ല വിജയകുമാർ എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ ബിസിനസ്സിൻ്റെ ഏറ്റവും നല്ല മർമ്മം അറിയുന്ന വ്യക്തിയാണ്. അതനുസരിച്ച് തന്നെയാണ് അയാൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയതും. എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം ചുരുങ്ങിയ കാലം കൊണ്ട് വിജയകുമാർ ഗൾഫിലും നാട്ടിലുമായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിനുള്ള ചേരുവകകൾ എങ്ങനെയാണെന്ന് അറിയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ ബിസിനസ്സുകാരനെ ഈ അപകടപ്പെടുത്താൻ അയാളോടുള്ള ശത്രുതയുള്ള ആരോ അമിതൊറാങ്ങിനെ നിയോഗിക്കുന്നു. അമിതൊറാങ് ഇതിനു വേണ്ടി പെട്ടെന്ന് വന്ന് കൊലപ്പെടുത്തിയതിനേക്കാളും ശത്രുത കൊണ്ട് കൊലപ്പെടുത്തിയാണെന്ന് വരുത്തണം. അങ്ങനെ വരുത്തണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാക്കണം. അതാണ് ഈ മൊബൈൽ മോഷണവും തുടർന്നുള്ള അമിതൊറാങ്ങിൻ്റെ ഈ ജയിലിലേക്കുള്ള പോക്കും തിരിച്ചിറങ്ങി വന്നിട്ടുള്ള ഇയാളുമായിട്ടുള്ള ശത്രുതയുടെ ആദ്യ പ്രകടനവും പിന്നീട് ഇയാൾ വന്ന് താമസിച്ചിട്ട് ചെയ്തതും ഒക്കെ. ഇതിനെ കുറിച്ചുള്ള ചുരുളുകൾ ഏകദേശം ഈ CBIക്ക് തീർച്ചയായിട്ടും അഴിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നിഷ്പക്ഷതയോടുകൂടി അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് CBI. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായുള്ളൊരു അന്വേഷണത്തിലേക്കുള്ള ആരംഭം CBI ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റം ചെയ്തവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ പിടിക്കപ്പെടുകയും, അതായത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം എന്ന ആപ്തവാക്യം നിയമം തന്നെ നടപ്പാക്കുന്നുണ്ട്. അതിന് എപ്പോഴെങ്കിലും അതിനൊരു നിമിത്തം ഉണ്ടാവുകയും ചെയ്യും. അതാണ് CBI വഴി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ്. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ മറ്റ് ചില വിവരങ്ങൾ കൂടിയുണ്ട്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്. നന്ദി.